നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുരുമുളക് വില ഓരോ ദിവസം കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുരുമുളക് വില 800 രൂപയിലെത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കുരുമുളകിൻ്റെ വില കുതിച്ച് കയറാനുണ്ടായ കാരണവും ഇനി വരും ദിവസങ്ങളിൽ വില ഇനി കുതിച്ച് കയറുമോ, അതൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എന്താണ് കാരണമെന്ന് നോക്കാം. കുരുമുളക് വില ഉയരുന്നു. കേരളത്തിലെയും കർണാടകത്തിലെയും കുരുമുളക് കർഷകർക്ക് സ്വപ്ന വില സമ്മാനിക്കാനുള്ള ഒരുക്കത്തിലാണ് വിപണി. ഉത്തരേന്ത്യയിൽ ഉത്സവ ദിനങ്ങൾ അടുത്തെങ്കിലും വൻകിടക്കാർക്ക് അവരുടെ ആവശ്യാനുസരണം ഇനിയും നാടൻ മുളക് കണ്ടെത്താനായിട്ടില്ല. വിപണിയിൽ ഒരു ബുൾ തരംഗം അലയടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക കേരളം. 6 ആഴ്ചയായി മുളക് സംഭരണം അവർ ആരംഭിച്ചിട്ട് ഇതിൻ്റെ ഭാഗമായി ജൂലൈയിൽ തുടർച്ചയായ 21 ദിവസവും ഒറ്റ വിലയിൽ വിപണിയെ പിടിച്ചു നിർത്തി അവർ മുളക് ശേഖരിച്ചു. അതിനുശേഷം തുടർച്ചയായ 21 ദിവസം ഉൽപ്പന്ന വില നിത്യേന 100 രൂപ വീതം ഉയർത്തി. വിപണി ആദ്യ 2 ഘട്ടങ്ങൾ പിന്നിട്ടതോടെ വാരമധ്യം മുതൽ നിത്യേന കിൻഡലിന് 200 രൂപ വീതമാണ് ഉയർത്താൻ തുടങ്ങിയിട്ടുള്ളത്. മുളക് മാർക്കറ്റിൻ്റെ ചലനങ്ങൾ സാങ്കേതികമായി വീക്ഷിച്ചാൽ അടുത്ത ചുവടുവയ്പിൽ വാങ്ങലുകാർ 400 രൂപ വീതം ഉയർത്തിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം നാടൻ ചരക്കിന് ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ കടുത്ത ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. ഇക്കുറി വിളവ് പ്രതികൂല കാലാവസ്ഥയിൽ ചുരുങ്ങിയതിനാൽ വിപണികളിൽ ചരക്ക് വരവ് കുറവായിരുന്നു. കാർഷിക മേഖലകളിലും മുളകിൻ്റെ നീക്കിയിരിപ്പ് ചുരുങ്ങിയത് കണക്കിലെടുത്താൽ ശ്രീകൃഷ്ണ ജയന്തി, മഹാനവമിയും ദീപാവലിയും സുഗന്ധവ്യഞ്ജന വിപണിയിൽ ഉൽപ്പന്ന വിലകൾ വീണ്ടും ഉയർത്താം. കുരുമുളക് വില മെച്ചപ്പെട്ടു തുടങ്ങിയതോടെ കരുത്ത് കാട്ടി കറുത്ത പൊന്നു. കഴിഞ്ഞ വാരം കിലോയ്ക്ക് കൂടിയത് 9 രൂപയാണ്. 3 ആഴ്ചയ്ക്കിടയിൽ 20 രൂപയുടെ നേട്ടമാണ് കർഷകർക്ക് കിട്ടിയത്. വില കൂടാൻ കാരണങ്ങൾ ഏറെയാണ്. അടുത്ത വർഷം സംസ്ഥാനത്ത് ഉൽപ്പാദനം 30% കുറയുമെന്ന പ്രചാരണവും കുരുമുളക് വില കിലോയ്ക്ക് 800 രൂപ വരെയും വില ഉയരുമെന്നും വൻകിട കർഷകരും ഇടനിലക്കാരും മനക്കോട്ട കെട്ടി കുരുമുളക് പിടിച്ചു വയ്ക്കാൻ തുടങ്ങിയതുമെല്ലാം വില ഉയരാൻ കാരണമായെന്നാണ് വിദഗ്ധരുടെ നിഗമനം. ശ്രീലങ്കയുടെ കയറ്റുമതി $7,500. ഇന്ത്യയിലെ ഇറക്കുമതിക്കാർ ശ്രീലങ്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ 1 കിലോ കുരുമുളകിന് 656 രൂപ, 8% നികുതിയാകുമ്പോൾ 730 രൂപ, മറ്റ് ചെലവ് 10 രൂപ. മൊത്തം 1 കിലോയ്ക്ക് കുരുമുളക് ഇറക്കുമതിക്കാർ കൊടുക്കേണ്ടത് 740 രൂപയാണ്. ഈ നിരക്കിൽ ഇറക്കുമതി ചെയ്താൽ ഇറക്കുമതിക്കാരുടെ പോക്കറ്റ് ചോരും എന്നതിനാൽ ഇറക്കുമതിക്ക് താൽപ്പര്യം കുറഞ്ഞതും കൊച്ചിയിൽ കുരുമുളക് വില ഉയരാൻ കാരണമായി. വില കൂടുമെന്ന് കണ്ട് പിടിച്ചു വയ്ക്കാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ വാരം കൊച്ചി ടെർമിനൽ വിപണി വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറവായിരുന്നു. മുൻ വാരത്തെ അപേക്ഷിച്ച് 22 ടൺ കുറവാണ് വിൽപ്പനയ്ക്കെത്തിയത്. ഉത്തരേന്ത്യയിൽ നിന്ന് പുതിയ ഡിമാൻഡ് കുറവാണെങ്കിലും ഉത്സവകാല സീസൺ ആയതോടെ മസാല കമ്പനികളിൽ നിന്ന് ഡിമാൻഡ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വരും ദിവസങ്ങളിൽ വില കൂടാനുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് വ്യാപാര സമൂഹം. ഇന്ത്യയിലേക്ക് ധാരാളമായി കുരുമുളക് ഇറക്കുമതി ചെയ്യുന്നത് വിയറ്റ്നാമിൽ നിന്നാണ്. ഇവിടെ ഇറക്കുമതി ചുങ്കം 10% ഉള്ളൂ എന്നാണ് കയറ്റുമതിക്കാർ പറയുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിൻ്റെ പേരിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളകിന് സബ്സിഡി വേണമെന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഏത് രാജ്യത്തു നിന്നാണ് ഇറക്കുമതി ചെയ്തത് അവർക്ക് കേന്ദ്ര സർക്കാർ സബ്സിഡി കൊടുത്താൽ അത് മറ്റ് രാജ്യത്തെ കർഷകർക്ക് ആയിരിക്കും ഗുണം ചെയ്യുക. ഇന്ത്യയിലെ കർഷകർക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ലെങ്കിലും കേന്ദ്ര സർക്കാർ കർഷകരുടെ അവസ്ഥ കൂടി കണക്കിലെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കയറ്റുമതി നിരക്ക്: ഇന്ത്യ 1 ടൺ കുരുമുളകിന് $8,200, ശ്രീലങ്ക, ഇന്തോനേഷ്യ യഥാക്രമം $7,500, വിയറ്റ്നാം 6,700, ബ്രസീൽ $6,500. ഇന്നത്തെ കുരുമുളക് വില നോക്കാം. കൊച്ചിയിൽ കുരുമുളക് അൺഗാർബിളിന് 1 കിലോയ്ക്ക് 686 രൂപയും കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 676 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 706 രൂപയുമാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.